നമസ്കാരം. We cannot define his greatness with a trophy or tournament. ഒരൊറ്റ ടൂർണമെന്റ് കൊണ്ടോ ഒരു ട്രോഫി കൊണ്ടോ നമുക്ക് ആ മനുഷ്യന്റെ ഗ്രേറ്റ്നെസ്സിനെ അളക്കുവാനോ തിട്ടപ്പെടുത്തുവാനോ കഴിയില്ല. കാരണം ഒരു മനുഷ്യായുസ് കൊണ്ട് സാധ്യമായതെല്ലാം അയാൾ ഏറെക്കുറെ നേടിയിട്ടുണ്ട്. എവിടെയും എന്നും ഇല്ലാതിരുന്ന ഒരു ടീമിനെ വേൾഡ് കപ്പ് എന്ന സ്വപ്നത്തിന്റെ പടിവാതിലേക്ക് വരെ അയാൾ നയിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ പോർച്ചുഗീസ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായം എഴുതി ചേർത്ത് വെച്ചിട്ടാണ് പടിയിറങ്ങുന്നത്. ഒരുപക്ഷെ ഇന്നത്തോടുകൂടി അയാളുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയർ അവസാനിച്ചിരിക്കാം. ഒരു ഔദ്യോഗിക വിരമിക്കൽ പ്രഖ്യാപനമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഇത് തന്റെ വിരമിക്കലാണ് എന്നുള്ള പരോക്ഷമായിട്ടുള്ള സൂചനകൾ പലതവണ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു മത്സരത്തിന് മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. സ്പെയിനെതിരെയുള്ള പോരാട്ടം 90 മിനിറ്റിൽ അദ്ദേഹം പോരാടി അവസാനിക്കുമ്പോൾ സ്പെയിനെടുത്ത ഒരു ക്വിക്ക് ഫ്രീ കിക്ക് എത്രമാത്രം നൈമികതയുള്ളതാണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. മത്സരത്തിന്റെ സ്റ്റാറ്റിനെ കുറിച്ചോ കണക്കുകളെ കുറിച്ചോ ഒന്നും കൂടുതൽ പറയുവാനോ പറഞ്ഞാവർത്തിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു മനുഷ്യൻ അത്രമാത്രം ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വേദനയുണ്ട്. പലരും ആ മനുഷ്യനെ കൊത്തിപ്പറിക്കാൻ നിൽക്കുന്നുണ്ട് എന്ന് നന്നായിട്ട് അറിയാം. ലോക ഫുട്ബോളിന്റെ ഭൂപടത്തിൽ എവിടെയും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തിനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ ഡെസ്റ്റിനിയെ അയാൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഗ്രേറ്റ്നെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടൂർണമെന്റോ ഒരു ട്രോഫിയോ വേണമെന്ന് ഷാഠ്യം പിടിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു ഇതിഹാസത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കാണുന്നു. കൂടുതൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊന്നും അറിയത്തില്ല. ദിസ് ഈസ് an end. സഫലമാകാതെ പോയ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പുനർജന്മം ജനിച്ചയാൾ വരും എന്നൊക്കെ മാസായിട്ട് ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നില്ല. ദൈവത്തിന് പോലും അസൂയ ഉണ്ടായിരിക്കാം അയാളുടെ ഈ ഒരു പിന്തുണയും ജനപ്രീതിയും കണ്ടിട്ട്. ലോകം മുഴുവനും അയാളെ ശത്രുവായി മുദ്ര കുത്തുന്നു. നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ അറിയാം. ചിലരൊക്കെ ആ മനുഷ്യന്റെ വിരമിക്കൽ വേളയിലും അദ്ദേഹത്തിനെ എത്ര ക്രൂരമായി കൊത്തിപ്പറിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു വരാം. പക്ഷേ ഒരു മനുഷ്യായുസ് കൊണ്ട് സാധ്യമായതെല്ലാം അയാൾ തന്റെ കാൽ കീഴിലാക്കി കഴിഞ്ഞു. യൂസേബിയോയുടെയും ഫിഗോയുടെയും ചരിത്രം എടുത്ത് പറയാനാണെങ്കിലും അത് പറഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വില വിളച്ച് കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമങ്ങൾ വൃഥാവിലായി പോവുകയാണ്. കാരണം ഈ മനുഷ്യനാണ് ഈ രാജ്യത്തിന് ഫുട്ബോൾ ഭൂപടത്തിൽ ഒരു സ്വത്വമുണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം തന്നെയാണ്. കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന സഹതാരങ്ങളുടെ ചതി അങ്ങനെയാണല്ലോ. മഹാഭാരതത്തിലെ കർണനെ പോലെ എന്തൊക്കെ ചെയ്താലും ചില പിഴവുകളുടെ പേരില്ല ഗ്രേറ്റ്നെസ്സിൽ നിന്നും അയാളെ അകറ്റി നിർത്താൻ പലരും പലപ്പോഴും ശ്രമിക്കും. ഇന്ത്യൻ ഫുട്ബോൾ ഒരുപാട് അപ്ഡേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് അത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ ഒരു ചാനൽ ഓൾമോസ്റ്റ് ഒരു ഡെഡ് എൻഡിലേക്ക് പോയി എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. എനിക്കൊരു മാറ്റം വേണം, ചാനലിന് ഒരു മാറ്റം വേണം, നിങ്ങൾക്കൊരു മാറ്റം വേണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിനി പുതിയൊരു ശൈലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു ചാനൽ തുടങ്ങണോ, അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഒരാളെ മാറുന്നു അറിയത്തില്ല എന്താവും എങ്ങനെയാവും എന്നൊന്നും. തകർക്കാൻ വരുന്നവരെ ഇനി വെറുതെ ഇടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല.